So, today topic is psychiatry. So, സൈക്കാട്രിയിലെ ആദ്യത്തെ ടോപ്പിക്കാണ് ആങ്സൈറ്റി ഡിസോർഡർ. സോ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആങ്സൈറ്റി ഡിസോർഡേഴ്സ് ഉണ്ട്. ഒന്നാമത്തെയാണ് ഫോബിയ. സോ വാട്ട് ഈസ് ഫോബിയ? നമുക്ക് എന്തിനോടും നമുക്കുള്ള ഫിയറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫോബിയ എന്ന് പറയുന്നത്. സോ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫിയേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോഷ്യോഫോബിയ, ഫിയർ ഓഫ് സൊസൈറ്റി. ആക്രോഫോബിയ, ഫിയർ ഓഫ് ഹൈറ്റ്. ആഗ്രോഫോബിയ, ഫിയർ ഓഫ് ഓപ്പൺ സ്പേസസ്. Castrophobia, fear of closed spaces. Adrophobia, fear of water. Hematophobia, fear of blood. Nitophobia, fear of darkness. Pyrophobia, fear of fire. Mysophobia, fear of dirt. Monophobia, fear of being alone. Zoophobia, fear of animals. Xenophobia, fear of strangers. So, നമ്മൾ ഇവർക്ക് കൊടുക്കേണ്ട മാനേജ്മെന്റ് എന്ന് വിചാരിച്ചാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഈ നമ്മൾ എന്ത് ചെയ്യണം, എഷ്യൂർ ചെയ്യാം നമ്മൾ ഈ പേഷ്യന്റ് അല്ല, ഓക്കെ പേഷ്യന്റ് പേടിയുണ്ട്, ഫിയർ ഉണ്ട്, നമ്മൾ അത് അംഗീകരിച്ച് നമ്മൾ അവർ കൂടെ നിന്ന് നമ്മൾ അവർക്ക് നല്ലൊരു കോപ്പിംഗ് മെക്കാനിസം കൊടുക്കണം. അതാണ് നമ്മൾ ഈ ഫോബിയ ഉള്ള പേഷ്യൻസ് നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, സോ നെക്സ്റ്റ് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഫോബിയയിൽ പഠിക്കാനുള്ളത് OCD ആണ്, ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ. ദാറ്റ് മീൻസ് എന്താണ്? നമുക്കൊരു ഒബ്സഷൻ ഉണ്ട്. ദാറ്റ് മീൻസ് നമുക്ക് തോന്നാണ് നമ്മുടെ ശരീരത്തിൽ കുറെ ബാക്ടീരിയാസ് ഉണ്ട്, ഭയങ്കര ഡേർട്ട് ഉണ്ട്, നമുക്ക് തോന്നിയ ഈ ഒബ്സഷനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന നമ്മുടെ ആക്ടിവിറ്റീസ് ആണ് കമ്പൽഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് OCD, ക്യാരക്ടറൈസ്ഡ് ബൈ ദ ഒബ്സഷൻ ആൻഡ് ദ കമ്പൽഷൻ. അതിനാണ് നമ്മൾ OCD എന്ന് പറഞ്ഞത് അല്ലെ. സോ വാട്ട് ഈസ് ഇന്റർവെൻഷൻ? നമ്മൾ എന്ത് ഇന്റർവെൻഷൻ കൊടുക്കേണ്ടായി? നമ്മൾ പേഷ്യന്റിനെ എൻഷുർ ചെയ്യുക, അവരോട് പറയണം എന്താണ് അവരെ ഫീലിങ്സ് അവരോട് എക്സ്പ്രസ് ചെയ്യാൻ പറയണം. അവരെ കമ്പൽസീവ് ബിഹേവിയറിൽ നമ്മൾ ഒരിക്കലും ഇന്റർഫിയർ ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അവർ റിപ്പീറ്റഡ്ലി അവർ ഹാൻഡ് വാഷ് ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യെന്ന് പറയരുത്. പ്രൊവൈഡ് ഡിവോഷണൽ ആക്ടിവിറ്റി കൊടുക്കുക അല്ലെ, ഡിവോഷണൽ ആക്ടിവിറ്റിയിലൊക്കെ അവരെ എൻഗേജ് ചെയ്യുക. ഇനി അടുത്ത് PTSD അല്ലേ, പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എന്ന് പറഞ്ഞാൽ അതൊരു ക്യാരക്ടറൈസ്ഡ് ബൈ ദ റീ എക്സ്പീരിയൻസ് ചെയ്യാണ്. നമ്മൾ എക്സ്ട്രീംലി ട്രോമാറ്റിക് ആയ ഒരു ഇവന്റ് നമ്മൾ എന്താണ് ഒരു ഡ്രീം ആയിട്ടോ ഫ്ലാഷ് ബാക്ക് ആയിട്ടോ നമ്മൾ എന്താ റീ എക്സ്പീരിയൻസ് ചെയ്യാണ്. അതിന് പറയുന്ന പേരാണ് PTSD എന്ന് പറഞ്ഞാൽ. അപ്പൊ എന്തെങ്കിലും ഒരു ഗ്രിഫിലായിരിക്കും, ഒരു വിഷമാവസ്ഥ അവരുടെ ഉള്ളിൽ ഉണ്ടായിരിക്കും, അത് അവർ റീ എക്സ്പീരിയൻസ് ചെയ്യാണ്. ഇപ്പൊ ഒരു സെക്ഷൽ അബ്യൂസ് ആയ ഒരു കുട്ടി അങ്ങനത്തെ സിനിമകൾ കാണുമ്പോൾ, അങ്ങനത്തെ വ്യക്തികളെ കാണുമ്പോൾ എന്താണ് അത് ഫ്ലാഷ് ബാക്ക് അല്ലെങ്കിൽ ഡ്രീംസ് കാണാം, അത് പിന്നെയും പിന്നെയും കാണുന്നതാണ് ഇത് PTSD എന്ന് പറയുന്നത് അല്ലെ. സോ നമ്മൾ എന്താ ചെയ്യേണ്ട? ഒരു അസിസ്റ്റീവ് ഡെവലപ്പ് എ അഡാപ്റ്റീവ് കോപ്പി മെക്കാനിസം എന്ന് പറയുകയാണെങ്കിൽ അവർക്ക് ആ ഒരു സാഹചര്യം ഡീൽ ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം? ഒരു നല്ലൊരു അഡാപ്റ്റിംഗ് കോപ്പി മെക്കാനിസം നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. നല്ല സപ്പോർട്ട് ഗ്രൂപ്പിൽ അവർ റെഫർ ചെയ്യണം. നല്ലൊരു റിലേഷൻഷിപ്പ് അവരോട് എൻകറേജ് ചെയ്യുക. കൺസേൺസ് എക്സ്പ്രസ് ചെയ്യാൻ നമ്മൾ പറയാം. ഓക്കെ, ഇതാണ് നമ്മൾ അവർക്ക് കൊടുക്കേണ്ട മാനേജ്മെന്റ്. സോ നെക്സ്റ്റ് എന്താണ്? മൂഡ് ഡിസോർഡർ. മൂഡ് ഡിസോർഡറിൽ എന്തുണ്ട്? മാനിയ ഉണ്ട്, ഡിപ്രഷൻ ഉണ്ട്. സോ വാട്ട് ഇസ് മാനിയ? മാനിയ എന്ന് പറഞ്ഞാൽ എന്താ? അഗ്രസീവ് ബിഹേവിയർ ആണ് അല്ലെ, ഭയങ്കര അഗ്രസീവ് ബിഹേവിയർ ആയിരിക്കും മാനിയ. ഭയങ്കരമായിട്ട് എന്താണ്, ഭയങ്കര ഹൈപ്പർ ആയിരിക്കും, ആക്ടിവിറ്റീസ് ചെയ്തുകൊണ്ടിരിക്കും, ഗാനലോസ് ആൻഡ് പെർസ്യൂഷനിലായിരിക്കും, റെസ്റ്റ്ലെസ്നെസ് ആയിരിക്കും, ഭയങ്കരമായിട്ട് ചിന്തിക്കും, ഫ്ലൈറ്റ്സ് ഓഫ് ഐഡിയാസ് ആയിരിക്കും, ഒന്നിനെ കുറിച്ചല്ല കുറെ കാര്യത്തെ കുറിച്ച് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കും. ആൻഡ് ഡിക്രീസ്ഡ് അപ്പറ്റൈറ്റ്. സോ എന്ത് ഇന്റർവെൻഷൻ കൊടുക്കണ്ടേ? സേഫ്റ്റി മെയിൻറ്റെയിൻ ചെയ്യുക. അവർക്ക് എന്താ ഹൈപ്പർ ആക്റ്റീവ് ആണ്, പക്ഷെ അപ്പറ്റൈറ്റ് ഇല്ല. സോ അവർ ഫാക്ടിക് ആവാൻ പോകാൻ ചാൻസ് ഉണ്ട്. സോ അസസ് ഫോർ ദ ഫാക്ടിക്. എന്താ ചെയ്യുക? ഡു നോട്ട് ആർഗ്യൂ വിത്ത് ദ ക്ലയന്റ്. നമ്മൾ അവരോട് ആർഗ്യൂ ചെയ്യാൻ പാടോ? ഇല്ല. സ്റ്റിമുലസ് നമ്മൾ എന്ത് ചെയ്യണം? റെഡ്യൂസ് ചെയ്യണം. പിന്നെ എന്താ ഡിവോഷണൽ ആക്ടിവിറ്റിയിലൊക്കെ നമ്മൾ അവരെ പ്രൊവൈഡ് ചെയ്യിപ്പിക്കുക. ഇനി അവർ ഒട്ടും ഭയങ്കരമായി ഗ്രാനുലോസ് ആൻഡ് പെർസ്യൂഷ്യൽ ബിഹേവിയർ എടുക്കുകയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അവർക്ക് സഡേറ്റീവ്സ് കൊടുക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താണ്? നെക്സ്റ്റ് ആണ് ഡിപ്രഷൻ. സോ വാട്ട് ഈസ് ഡിപ്രഷൻ? ഡിപ്രഷൻ മീൻസ് എന്താണ്? ഡിപ്രഷൻ സമയത്ത് നമ്മുടെ ആക്ടിവിറ്റീസും സ്റ്റിമുലസും ഒക്കെ കുറയാൻ ചാൻസ് ഉണ്ട്. സോ എന്താണ്? ഇൻക്രീസ് ആവാം, ഡിക്രീസ് ആവാം നമ്മുടെ അപ്പറ്റൈറ്റ് അല്ലെ. നെക്സ്റ്റ് എന്താ ചെയ്യാ? നമ്മുടെ ആക്ടിവിറ്റീസ് ഇമോഷനൊക്കെ ഡിക്രീസ് ആവും. സോഷ്യൽ ഐസൊലേഷൻ, അതുപോലെ തന്നെ സോഷ്യൽ വിഡ്രോവൽ. അപ്പൊ ഇറ്റ് ലീഡ്സ് ടു എന്താണ്? സൂയിസൈഡൽ അറ്റംപ്റ്റ് അല്ലേ. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ട മാനേജ്മെന്റ് എന്താ ഡിപ്രഷൻകാർക്ക്? അസസ് ഫോർ ദ സൂയിസൈഡൽ ടെൻഡൻസി, മോണിറ്റർ സ്ലീപ്പ് ആൻഡ് ന്യൂട്രീഷണൽ ഇൻടേക്ക്, ആൻഡ് അസിസ്റ്റ് ദ സെൽഫ് കെയർ ആക്ടിവിറ്റി, ആൻഡ് ഓൾസോ പ്രൊവൈഡ് ദ സപ്പോർട്ട് ഗ്രൂപ്പ് ആൻഡ് എൻകറേജ്മെന്റ്. അപ്പൊ ഇതാണ് നമ്മൾ കൊടുക്കേണ്ട മാനേജ്മെന്റ്. സോ നെക്സ്റ്റ് ആണ് ഈറ്റിംഗ് ഡിസോർഡർ അല്ലെ.
അനറോക്സിയ നെർവോസ ഉണ്ട്, ബുളീമിയ നെർവോസ ഉണ്ട്. അനറോക്സിയ നെർവോസ എന്ന് പറഞ്ഞാൽ എന്താണ്? സെൽഫ് സ്റ്റാർവേഷനും അല്ലെങ്കിൽ നമ്മൾ എക്സസീവ് ആയിട്ട് വെയിറ്റ് ലോസ് എടുക്കും. ഇവര് ഭയങ്കരമായിട്ട് എന്താണ് വെയിറ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ ലീനായി ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് അനറോക്സിയ നെർവോസക്കാര്. സോ ഇന്റൻസ് ടു ഫിയർ ഓഫ് വെയിറ്റ് ഗെയിൻ, ഡെസ്പറേറ്റ് ഡ്രാമാറ്റിക് വെയിറ്റ് ലോസ്, ഹോർമോൺ ഡെഫിഷ്യൻസി, ഇലക്ട്രോളിക് ഇംബാലൻസ് ഒക്കെ ഉണ്ടാവും. ഭയങ്കരമായി സ്റ്റാർവേഷൻ ചെയ്തവർ ഡെത്ത് വരെ സംഭവിക്കാം. സോ നെക്സ്റ്റ് ആണ് ബുലിമി നെർവോസ. ബുലിമി നെർവോസ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാരക്ടറൈസ്ഡ് ബൈ ദ ക്രിയേറ്റീവ് സൈക്കിൾസ് ഓഫ് ബിഞ്ച് ആണല്ലോ. അപ്പൊ ലാർജ് എമൗണ്ട് ഓഫ് ഫുഡ് കഴിക്കുമല്ലോ. അപ്പൊ എന്താണ്? എക്സ്ട്രീം കൺസേൺസ് ആണ് എന്ത്? വെയിറ്റിനെ കുറിച്ചും ഷേപ്പിനെ കുറിച്ചും അല്ലെ. അപ്പൊ എന്താ ചെയ്യുക? ഇവര് ഭയങ്കരമായിട്ട് ബിഞ്ച് ഓഫ് ഈറ്റിംഗ് കഴിഞ്ഞിട്ടാണ് ഇവർ എന്ത് ചെയ്യുന്നത്? എക്സ്ട്രീം കൺസേൺസ് എന്ത് വെയിറ്റ് വെക്കുന്നത്. സോ എന്താ ചെയ്യുക? ഇവര് വൊമിറ്റ് ചെയ്യും, ഇൻഡ്യൂസ് വൊമിറ്റ് ചെയ്യും. അപ്പൊ ഭയങ്കരമായിട്ട് എക്സ്ട്രീം ഭക്ഷണം കഴിക്കുന്നതുകൊണ്ട് ഇവർക്ക് എന്താ അൾസേഴ്സും ടൂത്ത് ഡീക്കേ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ എക്സസീവ് എക്സസൈസ് ചെയ്യും ഇവര്. അപ്പൊ നമ്മൾ എന്ത് മാനേജ്മെന്റ് കൊടുക്കേണ്ടത്? രണ്ടിനും സെയിം ഒരുമിച്ചാണ് ഇന്റർവെൻഷൻ കൊടുക്കേണ്ടത് കേട്ടോ. നമ്മൾ ഇവര് ന്യൂട്രീഷൻ സ്റ്റാറ്റസ്, അതുപോലെ മെഡിക്കൽ പ്രോബ്ലംസ് ഒക്കെ അസസ് ചെയ്യുക. അവരുടെ എൻകറേജ് ടു എക്സ്പ്രസ് കൺസേൺസ്, അവരുടെ ഡയറ്റിനെ പറ്റും ബോഡി ഇമേജിനെ പറ്റും അവരെ കൺസേൺസ് എക്സ്പ്രസ് ചെയ്യാൻ പറയാ. ഒരു സെറ്റഡ് ടൈം ഫോർ ഈച്ച് മീൽ, ഒരു മീൽ നമ്മൾ ഒരു ടൈം സെറ്റ് ചെയ്യുക. പിന്നെ റീസ്റ്റോർ ദ ഇലക്ട്രോലൈറ്റ്സ് ബാലൻസ് അല്ലെ. റീസ്റ്റോർ ചെയ്യുക, നമ്മൾ ഫ്ലൂയിഡ് ഇലക്ട്രോലൈറ്റ് ബാലൻസ് റീസ്റ്റോർ ചെയ്യുക. പിന്നെ അസസ് ദ സൂയിസൈഡൽ ടെൻഡൻസി അല്ല. അപ്പൊ നമ്മള് ഡിപ്രഷൻ കാരണം അവർക്ക് സൂയിസൈഡൽ ടെൻഡൻസി വരാം. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? പെട്ടെന്ന് റെഫേർഡ് ഗ്രൂപ്പിൽ നമ്മൾ എന്ത് ചെയ്യണം? സപ്പോർട്ട് ഗ്രൂപ്പിലേക്ക് നമ്മൾ റെഫർ ചെയ്യണം. സോ നെക്സ്റ്റ് ആണ് കുഗ്നിറ്റീവ് ഡിസോർഡർ അല്ലെ. കുഗ്നിറ്റീവ് ഡിസോർഡർ ഒന്നാമത്തെ ഡിലീരിയം. ഡിലീരിയം എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ടെമ്പററി കൺഫ്യൂഷൻ ഡിസോറിയന്റേഷൻ വരാനല്ലേ. പെട്ടെന്ന് ഒന്നും മനസ്സിലാവാതിരിക്കുക, അങ്ങനെ ഒരു ടെമ്പററി കൺഫ്യൂഷൻ പറയുന്ന പേരാണ് ഡിലീരിയം. ഇനി ഡിമെൻഷ്യ എന്ന് പറഞ്ഞാൽ എന്താ? പ്രോഗ്രസീവ് ഡെഫിസിറ്റ് ഇൻ എ പേഴ്സൺ മെമ്മറി, ലേണിംഗ്, കമ്മ്യൂണിക്കേഷൻ ആൻഡ് മോട്ടോർ കോർഡിനേഷൻ. അപ്പൊ നമ്മൾ എന്താണ്? ഒരു പേഴ്സന്റെ മെമ്മറിയും ലേണിങ്ങും കമ്മ്യൂണിക്കേഷനും ഒക്കെ എന്താണ്? അവര് പ്രോഗ്രസീവ് ആയിട്ട് അവർക്ക് അത് നഷ്ടപ്പെടുന്നതാണ് ഡിമെൻഷ്യ എന്ന് പറഞ്ഞത്. സോ നെക്സ്റ്റ് എന്താണ് അമൻഷ്യ? അമൻഷ്യ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ പാസ്റ്റ് ഇൻഫോർമേഷനോ അതൊന്നും നമുക്ക് റീകോൾ ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് നമ്മുടെ കഴിഞ്ഞ കാര്യങ്ങളൊന്നും റീകോൾ ചെയ്യാൻ പറ്റാത്തതാണ് അമൻഷ്യ എന്ന് പറയുന്നത്. സോ നമ്മൾ എന്തിന്റെ പ്രശ്നം ചെയ്യേണ്ടത്? നമ്മൾ അവർക്ക് റിനിഫോഴ്സ് റീറ്റെയിൻ സ്കിൽസ് ഒക്കെ പറഞ്ഞു കൊടുക്കുക. അല്ല ഒരാളെ കാണുമ്പോൾ അയാളെ ഓർത്ത് വെക്കാൻ, അയാളുടെ പേര് ഓർമ്മ വെക്കാൻ, അങ്ങനെയൊക്കെ നമ്മൾ എന്താ ചെയ്യുക? ഒരു സ്കിൽസ് ഡെവലപ്പ് ചെയ്ത് കൊടുക്കണം. പേഷ്യന്റ് നമ്മൾ ഓറിയന്റ് ചെയ്യുക, ക്ലയന്റിന് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അല്ലെ നിങ്ങൾക്ക് ഒരു ഇഷ്യൂ ഉണ്ടെന്ന് ഓറിയന്റേറ്റ് ചെയ്യണം. സിമ്പിൾ ഗെയിംസ് ആക്ടിവിറ്റീസിലൊക്കെ നമ്മൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യുക. സെൽഫ് കെയർ ആക്ടിവിറ്റി ഒക്കെ നമ്മൾ അസിസ്റ്റ് ചെയ്യുക. നെക്സ്റ്റ് ആണ് സൊമാറ്റോഫോം ഡിസോർഡർ അല്ലെ. സൊമാറ്റോഫോം ഡിസോർഡർ എന്ന് പറഞ്ഞാൽ എന്താ? കൺവേർഷൻ ഓഫ് ഇമോഷണൽ ഡിസ്ട്രസ് ഇൻ ടു ഫിസിക്കൽ സിംറ്റംസ് ഓർ ഇൽനെസ് ഹാസ് നോ ഓർഗാനിക് കോസ്. അപ്പൊ നമുക്ക് എന്താണ്? നമ്മുടെ ഫിസിക്കൽ ഇമോഷണൽ ഡിസ്ട്രസ് ആണ് നമ്മുടെ ഫിസിക്കൽ സിംറ്റംസ് ആയിട്ട് വരുന്നത്. പക്ഷെ എന്താണ്? ഒരു ഓർഗാനിക് കോസും ഇല്ല അല്ലെ. അതാണ് എന്ത്? സൊമാറ്റോഫോം ഡിസോർഡർ എന്ന് പറഞ്ഞ കേട്ടോ. എന്ന് പറയുകയാണെങ്കിൽ ഇപ്പൊ നമുക്ക് ഭയങ്കരമായി തലവേദന, കാലുവേദന, കൈവേദന ഉണ്ട്. നമ്മുടെ ജോലി തിരക്കിന്റെ പ്രശ്നം കൊണ്ടായിരിക്കും, സ്ട്രെസ് ആയിരിക്കും. പക്ഷെ എന്താണ്? അതിനൊരു ഓർഗാനിക് കോസ് ഇല്ല. എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ട് കാലുവേദന ഉണ്ടെന്ന് വെച്ചാൽ കാല് ഫ്രാക്ചർ ആണോ, കാല് സ്വെല്ലിംഗ് ഉണ്ടോ? ഒന്നുമില്ല. പക്ഷെ എന്താ? ബുദ്ധിമുട്ടുകൾ വരിക. അതാണ് എന്ത്? സൊമാറ്റോഫോം ഡിസോർഡർ. അല്ല ഒന്നാമത്തെയാണ് കൺവേർഷൻ ഡിസോർഡർ എന്ന് പറയുമ്പോൾ എന്താ? മോട്ടോ സെൻസറി പ്രോബ്ലംസ് വരാം. നമ്മൾ പെട്ടെന്ന് ഇപ്പൊ സ്ലീപ്പിംഗ് പാരാലിസിസ് എന്ന് പറഞ്ഞ കണ്ടീഷൻ ഒക്കെ ഇല്ലേ? ഇപ്പൊ പെട്ടെന്ന് 2 മിനിറ്റ് ഒക്കെ പാരലൈസ് ആയി പോവാ. നമുക്ക് ടെൻഷൻ കയറി നമ്മുടെ കണ്ണിലിട്ട് കയറാം, നമ്മൾ ബ്ലൈൻഡ് ആയി പോവാ. അതൊക്കെയാണ് എന്ത്? ഇത് ബ്ലൈൻഡ് ആയി പോകുന്നതാണോ? അല്ലല്ലോ. ഒരു 1-2 മിനിറ്റ് കൂടിപ്പോയാ ആ കണ്ടീഷനാണ് എന്ത്? കൺവേർഷൻ ഡിസോർഡർ. നെക്സ്റ്റ് ഹൈപ്പോകോൺട്രിയാസിസ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രീ ഒക്യുപ്പൈഡ് വിത്ത് ഫിയർ ഓഫ് ഹാവിങ് സീരിയസ് ഡിസീസ്. അതാണ് ഹൈപ്പോകോൺട്രിയാസിസ്. അപ്പൊ എന്താ? എക്സസീവ് യൂസസ് ഓഫ് നോൺ പ്രിസ്ക്രൈബ് മെഡിക്കേഷൻ, റിപ്പീറ്റഡ് വിസിറ്റ് ഓഫ് ഫിസിഷ്യൻ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ സിമ്പിൾ ആയിട്ട് പറയുമ്പോൾ നമുക്ക് തോന്നാന്ന് ഇപ്പൊ നമുക്കിപ്പോ ചെറുതായിട്ട് നമുക്ക് എവിടെയെങ്കിലും ഒരു ക്യാൻസറസ് ആയിട്ടുള്ള ഒരു സിസ്റ്റോ അല്ലെങ്കിൽ ലിംബോ ഉണ്ടെന്ന് നമുക്ക് തോന്നാം, ലംബോ ഉണ്ടെന്ന് തോന്നാം. അപ്പൊ നമ്മൾ ഡോക്ടറെ പോയി കാണുന്നു, ഡോക്ടർ ഒരു ഫിസിക്കൽ അസസ്മെന്റ് എടുക്കുന്നു. അപ്പൊ ഡോക്ടർ പറഞ്ഞില്ല കുഴപ്പമില്ല, നോർമൽ. എന്നാലും നമുക്ക് ടെൻഷൻ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ബയോപ്സിക്ക് വിടുന്നു അല്ലെ. ബയോപ്സി കിട്ടി കഴിഞ്ഞാൽ എന്താണ്? അതല്ല, നോൺ ക്യാൻസറസ് അല്ല എന്ന് മനസ്സിലായി. അപ്പൊ നമുക്ക് നമ്മുടെ ടെൻഷൻ മാറേണ്ടതല്ലേ, നമുക്കത് പോകേണ്ടതല്ലേ. പക്ഷെ എന്താണ്? നമ്മൾ പിന്നെ എന്താ? ആ ഡോക്ടറെ പിന്നെയും പോയി കാണുന്നു, റിപ്പീറ്റഡ് വിസിറ്റ് ചെയ്യുന്നു, പ്രിസ്ക്രൈബ് ചെയ്ത മെഡിസിൻ ഒക്കെ വാങ്ങിച്ച് കഴിക്കുന്നു. അതാണ് എന്ത്? ഇൽനെസ് ആങ്സൈറ്റി ഡിസോർഡർ ആണ് ഹൈപ്പോകോൺട്രിയാസിസ്. അപ്പൊ നമ്മൾ എന്തിനു പ്രശ്നം കൊടുക്കേണ്ട? അഷ്വർ ദ ക്ലൈന്റ്
ദാറ്റ് ദി ഇൽനെസ് ഹാസ് ബിൻ റൂൾഡ് ഔട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഇൽനെസ് എന്താ റൂൾഡ് ഔട്ട് ആയി നമ്മൾ അവരെ അഷ്യൂർ ചെയ്യുക. എൻകറേജ് ടു റെക്കറൈസ് ദ ഓൺ ഫീലിംഗ്സ് ആൻഡ് ഇമോഷൻസ് അല്ലെ, അവർ ഇമോഷൻസ് ഒക്കെ നമ്മൾ എൻകറേജ് ചെയ്യിപ്പിക്കുക, പറയണം എന്താണ് നിങ്ങൾ പ്രശ്നം അവരോട് ചോദിക്കണ്ടേ. പ്രൊവൈഡ് ഡിവോഷണൽ ആക്ടിവിറ്റീസ് ആൻഡ് ആന്റി ആൻസൈറ്റി മെഡിക്കേഷൻസ് കൊടുക്കുക. നെക്സ്റ്റ് ആണ് പേഴ്സണാലിറ്റി ഡിസോർഡർ അല്ലെ. സോ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്താണ്? ഒന്നാമത്തെ ഡിസോർഡർ ആണ് പാരനോ ഡിസോർഡർ എന്ന് പറഞ്ഞാൽ ഇതിൽ ഭയങ്കരമായിട്ട് എല്ലാവരും ഡിസ്ട്രസ്റ്റ് ചെയ്യുന്ന, ആരും വിശ്വസിക്കാൻ ഭയങ്കരമായി എല്ലാവരും ഡൗട്ട്ഫുൾ ആയിരിക്കും, ആരും വിശ്വാസമില്ലാത്ത ആൾക്കാരാണ് പാരോ ഡിസോർഡർ. അപ്പൊ അവരെന്താണ് ഭയങ്കരമായിട്ട് മറ്റൊരാളെ ബ്ലെയിം ചെയ്യും, അവരോട് ഭയങ്കര ലോൺ ബ്രിഡ്ജ് പ്രതികാരമൊക്കെ കൊണ്ടു നടക്കുന്ന ആൾക്കാരാണ് പാരോ ഡിസോർഡറുകാർ അല്ലെ. അടുത്താണ് ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രിമിനൽ ബിഹേവിയർ ഉള്ള ആൾക്കാർ, നോണ പറയുന്ന, മോഷ്ടിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ കില്ലേഴ്സ് ഒക്കെ പറയാം കേട്ടോ, അവരൊക്കെയാണ് ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ. ഈ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? അവർക്ക് ഭയങ്കരമായിട്ട് ഭയങ്കര സെൽഫ് ഇമേജ് ഭയങ്കര കുറവായിരിക്കും, അപ്പോൾ ഭയങ്കര മൂഡ് സ്റ്റെബിലിറ്റി, ഭയങ്കരമായിട്ട് മൂഡ് സ്വിങ്സ് വരും അവർക്ക്. എന്ന് പറഞ്ഞാൽ തമാശ പറഞ്ഞാൽ അവരെ സീരിയസ് ആയിട്ട് എടുക്കും, ഭയങ്കരമായിട്ട് കരയും, ഭയങ്കര മൂഡ് സ്വിങ്സ് ആയിരിക്കും അവർക്ക് കേട്ടോ. അപ്പൊ അവർ ദേഷ്യം വന്നൊക്കെ ചെറിയ കാലത്ത് ദേഷ്യപ്പെട്ടു, ദേഷ്യം വന്ന് സ്വയമായിട്ട് ഇഞ്ചുറി ചെയ്യും, സെൽഫ് ഇഞ്ചുറി ചെയ്ത് സൂയിസൈഡ് ഒക്കെ ചെയ്ത്, ഇതൊക്കെ ഭയങ്കര കോമൺ ആയിരിക്കുന്ന ആൾക്കാരാണ് ആര്? ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ. നെക്സ്റ്റ് ഹിസ്റ്റോറിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ആണ്. അപ്പൊ അറ്റൻഷൻ സീക്കർ ആയിരിക്കും, എല്ലാവരും എന്നെ ശ്രദ്ധിക്കണം, എന്നോട് തന്നെ സംസാരിക്കണം എന്ന് ഭയങ്കരമായിട്ട് അറ്റൻഷൻ ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കും. എന്ത്? കോൺസ്റ്റന്റ് അറ്റൻഷൻ സീക്കേഴ്സ് ആയിരിക്കും ഹിസ്റ്റോറിക് പേഴ്സണാലിറ്റി ഡിസോർഡർ. നെക്സ്റ്റ് എന്താണ്? നാർസിസ് പേഴ്സണാലിറ്റി ഡിസോർഡർ ആണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ നമ്മുടെ കോവർക്കർ ആയിരിക്കാം, അപ്പൊ അവരുടെ അവർ ഇപ്പോ അവരുടെ പുതിയ സംഭവങ്ങൾ മാത്രം എന്ന് പറയുമ്പോ ഞാൻ ഒരു പറയാം കേട്ടോ. നെക്സ്റ്റ് ആണ് നാർസിസ് പേഴ്സണാലിറ്റി ഡിസോർഡർ അല്ലെ. അപ്പൊ നാർസിസ് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മള് ഉം ഭയങ്കരമായിട്ട് സ്വന്തം അച്ചീവ്മെന്റ്സ് മാത്രം എക്സാജറേറ്റ് ചെയ്ത് കാണിക്കാൻ താല്പര്യമുള്ള ആൾക്കാരായിരിക്കും ഈ നാർസിസ്റ്റ് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് എന്ന ആൾക്കാർ എന്ന് പറഞ്ഞാൽ. എന്ന് പറയാ അവർക്ക് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല അടുത്തൊരാളുടെ ഫീലിങ്സ് കേൾക്കാൻ, അവരുടെ അഡ്വാൻറ്റേജസ് കേൾക്കാൻ താല്പര്യം ഉണ്ടാവില്ല. അപ്പൊ മറ്റൊരാൾക്ക് എന്തെങ്കിലും നല്ലത് വരുന്നുണ്ടെങ്കിൽ അവരെന്താണ് അതിനെ കാണാണ്ട് സ്വന്തം കാര്യങ്ങൾ മാത്രം എക്സാജറേറ്റ് ചെയ്ത് കാണിക്കും. നെക്സ്റ്റ് അവോയ്ഡന്റ് പേഴ്സണൽ ഡിസോർഡർ ആണ്. അപ്പൊ എന്താണ്? അത് ഒരു സോഷ്യൽ ഇൻഹിബിഷൻ, സോഷ്യൽ വിഡ്രോവല്, അങ്ങനെ ഒരു സോഷ്യലി ഭയങ്കരമായിട്ട് ഫിയർ ആയിരിക്കും ഇന്ററാക്ട് ചെയ്യാനൊക്കെ, അതായിരിക്കും അവോയ്ഡന്റ് പേഴ്സണൽ ഡിസോർഡർ എന്ന് പറയുന്നത്. ഇനി അടുത്താണ് ഡിപ്പെൻഡന്റ് പേഴ്സണൽ ഡിസോർഡർ എന്ന് പറഞ്ഞാൽ ഭയങ്കര സൈക്കോളജിക്കൽ ഡിപ്പെൻഡന്റ് ആയിരിക്കും മറ്റൊരാളിൽ എന്ന് പറയുമ്പോൾ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരിക്കും, ഡെയിലി ആക്ടിവിറ്റീസ് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വരെ ഭയങ്കര ഡിപ്പെൻഡന്റ് ആയ ആൾക്കാരാണ് ഡിപ്പെൻഡന്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ. നെക്സ്റ്റ് കണ്ടീഷൻ ആണ് സ്കീസോഫെർണിയ. അപ്പൊ സ്കീസോഫെർണിയ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സൈക്കാട്രിക് സൈക്കോട്ടിക് ഫീച്ചർ ആണ്. എന്ത്? നമ്മള് ഭയങ്കരമായിട്ട് നമ്മുടെ ബോഡി ഇമേജിൽ ഡിസോറിയന്റേഷൻ വരാനും, നമ്മള് ഭയങ്കരമായിട്ട് എന്താ റിയാലിറ്റി അല്ലാത്ത സൈക്കോട്ടിക് ഫീച്ചറും തോട്ട്സും ഉള്ള ആൾക്കാർ, ഫീലിംഗ് ഓഫ് എക്സ്പ്രഷൻ ഉള്ള ആൾക്കാർക്കായിരിക്കും സ്കീസോഫെർണിയക്കാരെന്ന് പറയുന്നത്. ഡോപ്പമിൻ എന്ന് പറയുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ ഭയങ്കരമായിട്ട് കൂടുന്നതാണ് സ്കീസോഫെർണിയയുടെ കാരണം കേട്ടോ. ബോഡി ഇമേജ് ഡിസോറിയന്റേഷൻ വരും, സെൽഫ് കെയർ ആക്ടിവിറ്റി നെഗ്ലക്റ്റ് ആവും അല്ലെ, മോട്ടർ ഇമ്പയർമെന്റ് വരും. അപ്പൊ എന്താണ്? ആ പേഷ്യന്റ് ഇൻമൊബിലൈസേഷൻ ആവെന്ന് പറഞ്ഞാൽ മൊബിലൈസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. വാക്സി ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞാൽ കൈ ഇങ്ങനെ ആൾ വളച്ച് പോസ്റ്റർ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കും. എക്കോലയ എന്ന് പറഞ്ഞാൽ എന്താ? പറഞ്ഞ കാര്യം പിന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കും. എക്കോഫ്രാക്സിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ചെയ്ത കാര്യം പിന്നെയും ചെയ്തുകൊണ്ടിരിക്കും. ഇത്രയാണ് മോട്ടർ ഇമ്പയർമെന്റ് വരുന്ന അവരുടെ പ്രശ്നങ്ങൾ. ഇനി ആംബി വയലൻസ് അല്ലേ. കാരണം എന്താണ്? അവർക്ക് ഒരു കാര്യം, ഒരു ജീവിതത്തിൽ ഒരു തീരുമാനം എടുക്കാനോ ഒന്ന് ക്രിട്ടിസൈസ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ജഡ്ജ് ചെയ്യാനോ ഒന്നും കഴിവില്ല അവർക്ക്. അതാണ് ആംബി വയലൻസ്. ഇനി അത് അബ്നോർമൽ തോട്ട്സ് അല്ല. അപ്പൊ എന്താ? സർക്കംസ്റ്റാലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കരമായിട്ട് സാഹചര്യത്തിന് ഒത്തുള്ള ഒരു കാര്യമല്ല പറയാ, ഭയങ്കരമായിട്ട് കൗണ്ട്ലെസ് ഡീറ്റെയിൽസ് ഓഫ് എക്സ്പ്ലനേഷൻ എന്ന് പറയുന്ന ഒരു പോയിന്റിൽ എത്താൻ വേണ്ടിയിട്ട്. പിന്നെ കൺഫാബുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഓൺ ക്രിയേറ്റേഴ്സ് ആയ സ്റ്റോറീസ് പറയും. എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു കാര്യം സംസാരിക്കായിരിക്കും, പെട്ടെന്ന് അവർക്കൊരു മെമ്മറി ഗ്യാപ്പ് വരും, അപ്പൊ അവർ അതിലെന്ത് ചെയ്യുന്നു? അവരുടെ ഇമേജിനറി ആഡ് ചെയ്യും. പിന്നെ ഫ്ലൈറ്റ്സ് ഓഫ് തോട്ട് ആണ് അല്ലെ. അപ്പൊ ഒരു കാര്യം സംസാരിക്കുമ്പോൾ അവർ അടുത്ത ടോപ്പിക്കിലേക്ക് പോകും. ചിലപ്പോൾ സംസാരിച്ച് ലൂസനിങ് ഓഫ് അസോസിയേഷൻ ആണ്, രണ്ട് തമ്മിൽ ഒരു റിലേഷനും ഉണ്ടാവില്ല. തോട്ട് ബ്ലോക്ക് ആണ്, കുറെ നേരം സംസാരിച്ച് പിന്നെന്താണ്? സ്റ്റോപ്പ് ചെയ്യും. വേർഡ്സ് അല്ലാണ്ട് ആയിരിക്കും, മിക്സിംഗ് ഓഫ് വേർഡ്സ് ആയിരിക്കും. നിയോലോഗിസം എന്ന് പറഞ്ഞാൽ എന്താ? പുതിയ ക്രിയേറ്റ് ആയ പുതിയ വേർഡ്സ് ഒക്കെ എടുത്ത് സംസാരിക്കും. ഇനി അടുത്ത ടൈപ്പ് ഓഫ് സ്കീസോഫെർണിയ ആണ്. ടൈപ്പ് ഓഫ് സ്കീസോഫെർണിയ എന്താ? പാരനോയിഡ് സ്കീസോഫെർണിയ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറസ് ആയിരിക്കും കേട്ടോ. അത് ക്യാരക്ടറൈസ്ഡ് ബൈ സബ്സ്പീഷ്യസ് ഡെലൂഷണൽ പെർസ്യൂഷണൽ ഓഡിറ്ററി ഹാലുസിനേഷൻ വരുന്നതാണ് എന്ത്?
പാരനോഡ് സ്കിസോഫെർണിയ. ഇനി ഹെമിഫെർണിക് സ്കിസോഫെർണിയ എന്ന് പറഞ്ഞാൽ എന്താ, ഭയങ്കര ഡിസോറിയന്റേഷൻ ആവും അവര് എന്ന് പറഞ്ഞാൽ കരയേണ്ട സമയത്ത് ചിരിക്കുക, ചിരിക്കേണ്ട സമയത്ത് കരയ്ക്കുക, അങ്ങനത്തെ ഒരു ഡിസോർഗനൈസ്ഡ് തിങ്കിങ്ങും ഇമോഷൻസും വരുന്ന ആൾക്കാരാണ് ഹെമിഫെർണിക് സ്കിസോഫെർണിയ എന്ന് പറയുന്നത്. കാറ്റോൺ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ചിലപ്പോൾ മോട്ടോർ ആക്ടിവിറ്റി കൂടാനും കുറയാനും ചാൻസ് ഉണ്ട്. ഇപ്പൊ വാക്സി ഫ്ലെക്സിബിലിറ്റി ആവാനും, അല്ലെങ്കിൽ എന്താ എക്കോഫ്ലെക്സി എന്ന് പറയുന്ന റിപ്പീറ്റേഷൻ ഓഫ് മൂവ്മെന്റ് ആവാനും ചാൻസ് ഉണ്ട്. റെസിഡ്വൽ സ്കീസോഫ്രീനിയ എന്ന് പറഞ്ഞാൽ എന്താണ്, വൺ ഓർ മോർ എപ്പിസോഡ് ഓഫ് സ്കീസോഫ്രീനിയ മാറി മാറി വരുന്നതാണ് എന്ത്, റെസിഡ്വൽ സ്കീസോഫ്രീനിയ. അപ്പൊ നമ്മൾ എന്ത് മാനേജ്മെന്റ് കൊടുക്കേണ്ട, മെയിൻറ്റെയിൻ സേഫ് എൻവയോൺമെന്റ് അല്ലെ. പേഴ്സണൽ ഹൈജീനിലൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുക, സിമ്പിൾ ആക്ടിവിറ്റീസ് കൊടുക്കുക, പിന്നെ എന്താ ചെയ്യേണ്ടത്, കനേറ്റ് ഫുഡ്സ് കൊടുക്കുക. കാരണം ഇവർ ഭയങ്കര ഡൗട്ട്ഫുൾ ആയിരിക്കുമല്ലോ. അപ്പൊ ഇവർക്ക് എന്താ, ഇനിയിപ്പോ എന്റെ പക്ഷത്തിൽ ആരെങ്കിലും പോയിസൺ കണ്ടെത്തിയിട്ടുണ്ടോ എന്നൊക്കെ തോന്നും. അപ്പൊ ഒരു പാക്ഡ് ഫുഡ്സ് കൊടുക്കുക, സ്റ്റിമുലസ് കുറയ്ക്കുക. പിന്നെ ഇവർക്ക് ഡിപ്രഷൻ വരാം, അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, സൂസൈഡ് ടെൻഡൻസി മോണിറ്റർ ചെയ്യണം. ഇനി അടുത്തത് ഡിലൂഷൻ ആണ് അല്ലെ. ഡിലൂഷൻ എന്ന് പറയുന്നത് ഫാൾസ് പെർസെപ്ഷൻ ആണ്, നമ്മുടെ തോന്നലുകളാണ് അല്ലെ. എന്ന് പറഞ്ഞാൽ എന്താണ്, ഗ്രാനുലസ് ഡിലൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ക്ലയന്റ് വിചാരിക്കുകയാണ് പുള്ളിക്കാരന് ഭയങ്കരമായ സൂപ്പർ നാച്ചുറൽ പവർ കിട്ടിയത്, സൂപ്പർമാൻ ആണ്, സ്പൈഡർമാൻ ആണെന്നൊക്കെ തോന്നുക. അതാണ് ഗ്രാനുലസ് ഡിലൂഷൻ. പെർസ്യൂഷൻ ഡിലൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ആരോ എന്നെ ഇൻഫ്ലിക്റ്റ് ചെയ്യാൻ പറഞ്ഞ ട്രൈങ് ടു കോൺഫ്ലിക്ട് ഇഞ്ചുറി എന്ന് പറഞ്ഞാൽ ഭയങ്കര എന്നെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് തോന്നുന്നതാണ് എന്താണ് പെർസ്യൂഷൻ ഡിലൂഷൻ എന്ന് പറഞ്ഞാൽ. ഡിലൂഷൻ ഓഫ് ജലസി എന്ന് പറഞ്ഞാൽ എന്താ, തോട്ട്സ് ആർ അതേഴ്സ് ആർ ജലസ്, ഭയങ്കരമായിട്ട് എല്ലാവരും ജലസ് ആണെന്ന് തോന്നുന്നതാണ് ഡെലൂഷൻ ഓഫ് ജലസി എന്ന് പറയുന്നത്. സൊമാറ്റിക് ഡെലൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ത്രൂ ദാറ്റ് പേഷ്യന്റ് ഹാസ് സീരിയസ് ഫിസിക്കൽ ഡിസോർഡർ അല്ലെ, അവർക്ക് എന്തോ മാരകമായ അസുഖം ഉണ്ടെന്ന് തോന്നുന്നതാണ് സൊമാറ്റിക് ഡെലൂഷൻ എന്ന് പറയുന്നത്. നമ്മൾ എന്തെങ്കിലും പ്രശ്നം കൊടുക്കാൻ എൻകറേജ് ടു എക്സ്പ്ലെയിൻ അല്ലെ, അവരോട് പറയാം എന്താണ് പ്രശ്നം ചോദിക്കാം. റിയാലിറ്റി ബേസ്ഡ് ടോപ്പിക്കിനെ കുറിച്ച് മാത്രം സംസാരിക്കാം. എന്താണ്, ഈ ക്ലയന്റിനോട് ഡെലൂഷൻ ഡെലൂഷൻ ലിമിറ്റ് ആയ ടോക്കിംഗ് ഒക്കെ ലിമിറ്റ് ചെയ്യിപ്പിക്കുക എന്ന് പറയുമ്പോൾ ഈ ഒബ്സെഷണൽ ടോക്സ് ഒക്കെ ഇല്ലേ, അതൊക്കെ ഇപ്പൊ അവർ പറയണം ഓക്കെ ഞാൻ സൂപ്പർമാൻ ആണെന്ന് നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല. റിയാലിറ്റി ബേസ്ഡ് കാര്യങ്ങൾ മാത്രം സംസാരിക്കുക. നോട്ട് ആർഗ്യൂ വിത്ത് ക്ലയന്റ് എന്ന് വെച്ചാൽ അവരോട് നമ്മൾ തർക്കിക്കരുത് കേട്ടോ, ആർഗ്യൂ ചെയ്യരുത്. ഹലുസിനേഷൻ അല്ല, ഹലുസിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, സെൻസറി പെർസെപ്ഷൻ ഹാസ് നോൺ എക്സ്റ്റേണൽ സ്റ്റിമുലി അല്ലെ. നമുക്ക് എന്താണ് സെൻസറി പെർസെപ്ഷൻ തോന്നാണ്, എക്സ്റ്റേണൽ സ്റ്റിമുലി ഇല്ലാണ്ട്. അപ്പൊ ഓഡിറ്ററി എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, ഓഡിറ്ററി എന്ന് പറഞ്ഞാൽ നമുക്ക് കേൾവിയാണല്ലോ, അപ്പൊ കേൾക്കാത്തത് കേൾക്കുക. ഓഡിറ്ററി സ്റ്റിമുലസ് ഇല്ലാണ്ട് നമുക്ക് അങ്ങനെ തോന്നാം, മനസ്സിലായില്ലേ. പിന്നെ എന്താ, വിഷ്വൽ കാണാത്തത് കാണാം. ഓൾ ഫാക്ടറി എന്ന് പറയുമ്പോൾ എന്താ, സ്മെല്ല്, ടാക്കിൾ ടച്ച്, ഗസ്റ്റ് ടേച്ച്. അപ്പൊ ഇതൊന്നും സ്റ്റിമുലസ് ഇല്ലാണ്ട് നമുക്ക് തോന്നുന്നതാണ് ഹാലുസിനേഷൻ. നമ്മൾ എന്താ ചെയ്യണം, എൻകറേജ് ടു എക്സ്പ്ലെയിൻ, പറയണം എന്താണ് പ്രശ്നം എന്ന് പറയണം. സ്റ്റിമുലസ് കുറയ്ക്കുക, എല്ലാ റിയാക്ഷൻസ് റിയൽ ആയിട്ട് ആക്കിയാൽ. ഇപ്പൊ നമ്മളോട് ചോദിക്കും ഡോക്ടർ ആരാ ബാക്കിൽ നിൽക്കണേ ചോദിക്കുമ്പോൾ നമ്മൾ ആരുമില്ലല്ലോ അങ്ങനെ പറയണം, നമ്മൾ പേടിക്കാൻ പാടോ ഇല്ല. അപ്പൊ റിയൽ ആയിട്ട് എടുക്കാം. ടാക്കിൾ സ്റ്റിമുലേഷൻ അല്ലെങ്കിൽ ടാക്കിൾ ഹാലുസിനേഷൻ, ഒരു പേഷ്യന്റ് കൂടി പോയി ടച്ച് ചെയ്യരുത്, ടച്ച് ഒഴിവാക്കണം. എൻകറേജ് ടു ക്ലൈം ആക്ടിവിറ്റീസ്. ഇനി അടുത്താണ് ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത്. സോ ഡിഫൻസ് മെക്കാനിസം എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മള് ഒന്നാമത്തെയാണ് എന്ത്, നമ്മുടെ മൈൻഡും നമുക്കൊരു സാഹചര്യം മൈൻഡ് നമ്മുടെ കൂടെ പ്രവർത്തിക്കും, അതാണ് ഡിഫൻസ് മെക്കാനിസം കേട്ടോ. കോമ്പൻസേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ എല്ലാവർക്കും പഠിക്കാൻ കഴിവുണ്ടാവണമെന്നില്ല, ഒരാൾക്ക് ഈ പാട്ട് പാടും അവിടെ എക്സ്ട്രാ എഫേർട്ട് ഇടുന്നു, പുള്ളിക്കാരൻ സക്സസ്ഫുൾ ആവുന്നു, അതാണ് കോമ്പൻസേഷൻ. പുട്ടിങ് ആൻ എക്സ്ട്രാ എഫേർട്ട് ടു അച്ചീവ് ഇൻ ഏരിയ വേർ വൺസ് ഹാസ് റിയൽ ഓർ ഇമാജിനറി ഡെഫിഷ്യൻസി അല്ലെ, അതാണ് കോമ്പൻസേഷൻ എന്ന് പറയുന്നത്. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഫീലിംഗ് ടുവേർഡ്സ് വൺ പേഴ്സൺ ഹിസ് ഡയറക്ടർ ടു ദ അനദർ ഹു ഇസ് ലെസ് ത്രെട്ടനിങ്. നമ്മൾ ഇന്ന് സൂപ്പർവൈസർ ചീത്ത പറഞ്ഞു, നമുക്ക് താനോട് പ്രതികരിക്കാൻ പറ്റില്ലല്ലോ, അപ്പൊ നമ്മൾ വീട്ടിൽ പോയിട്ട് നമ്മുടെ അമ്മയോട് തീർക്കുന്നു. അപ്പൊ ഇവിടെയാണ് ലെസ് ത്രെട്ടനിങ്, അവിടെ നമ്മൾ നമ്മുടെ ഇമോഷൻ ഡയറക്റ്റ് ചെയ്യുന്നതാണ് ഡിസ്പ്ലേസ്മെന്റ്. ഇനി ഫാന്റസി എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഇമേജിന്റെ അച്ചീവ്മെന്റ്സ് ആണല്ലേ, നമ്മൾ സ്വപ്നത്തിലൊക്കെ എക്സാം പാസ്സായി നമ്മൾ പോയി, നമ്മൾ പുറത്ത് പോയി പൈസ ഒക്കെ ഉണ്ടാക്കി, നമ്മൾ ഇമേജിനറി നമ്മുടെ അച്ചീവ്മെന്റ്സ് ആണ് ഫാന്റസി എന്ന് പറയുന്നത്. ഐഡന്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, അൺകോൺഷ്യസ് അറ്റംപ്റ്റ് ആണ് എന്ത്, ടു ചേഞ്ച് വൺ സെൽഫ് ടു റിസംബ്ലിങ് അഡ്മയർ പേഷ്യൻ. നമുക്കൊരാളെ അഡ്മയർ ചെയ്യുമ്പോൾ നമ്മൾ അയാളുടെ പോലെ ഡ്രസ്സ് ഇടുക, അയാളുടെ പോലെ നമ്മൾ അഡ്മയർ ചെയ്യലും മാത്രം റിസംബിൾ ചെയ്യിപ്പിക്കാം. ഇപ്പൊ നമ്മൾ മോഹൻലാൽ ഫാൻ ബോയ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആ ഒരു ആക്ടറിനെ പോലെ ഡ്രസ്സ് ചെയ്യുക, അങ്ങനെ അയാളുടെ ഫിഗർ നോക്കുക, അഡ്മയർ ചെയ്ത് നമ്മൾ അയാളുടെ പോലെ റിസംബിൾ ചെയ്യുന്നതാണ് എന്ത്, ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇൻട്രോജക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ടൈപ്പ് ഓഫ് ഐഡന്റിഫിക്കേഷൻ ഇൻ വിച്ച് ട്രേറ്റ് വാല്യൂസ്, നമ്മൾ ഒരാളുടെ പോലെ റിസംബിൾ ചെയ്യാല് നമ്മൾ അവരുടെ വാല്യൂസും ട്രേറ്റ്സും ഒക്കെ നമ്മൾ എടുക്കുന്നതാണ് ഇൻട്രോജക്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. അയാളെ പോലെ സംസാരിക്കുക, അവരെ പോലെ പ്രവർത്തിക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്താണ് എന്ത്, ഇൻട്രോജക്ഷൻ എന്ന് പറയുന്നത്. ഇനി പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ട്രാൻസ്ഫർ സെൽഫ് വാല്യൂ ആൻഡ് അൺആക്സെപ്റ്റബിൾ ഐഡിയ ടു അതേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ പറയില്ലേ, ഇപ്പൊ ഞാൻ കാലത്ത് നേരത്തെ പഠിക്കും എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അങ്ങനെ
ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ എൻ്റെ ഒരു അൺആക്സെപ്റ്റബിൾ ബിഹേവിയർ അല്ലെങ്കിൽ സെൽഫ് ഞാൻ മറ്റൊരാളിൽ പ്രൊജക്ട് ചെയ്യുന്നതാണ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് റാഷണലൈസേഷൻ. റാഷണലൈസേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാം റാഷണൽ ആക്കുക, നമ്മൾ ജസ്റ്റിഫൈ ചെയ്യുക, നമ്മളൊരു അൺനാച്ചുറൽ ബിഹേവിയർ ആയിരിക്കും ജസ്റ്റ് ന്യായീകരിക്കുക. അതാണ് റാഷണലൈസേഷൻ കേട്ടോ. പിന്നെന്താ, റിപ്രഷൻ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ ഒരു അൺകോൺഷ്യസ് പ്രോസസ് ആണ് കേട്ടോ. നമ്മുടെ അണ്ടർസെൽ ബിഹേവിയർ നമ്മൾ ബ്ലോക്ക് ചെയ്യും. എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം നമ്മൾ ചെറുപ്പത്തിൽ നമ്മുടെ ആ, കാതുകുത്തി ഉണ്ടാവും, നമുക്ക് പല്ലെടുത്തിട്ടുണ്ടാവും, അപ്പൊ നമുക്ക് ആ വേദന അന്ന് ഭയങ്കര ബുദ്ധിമുട്ടാണ്, പക്ഷെ നമ്മൾ അൺകോൺഷ്യസ്ലി നമ്മൾ മറന്നു പോകല്ലേ. അങ്ങനെ നമ്മൾ അൺകോൺഷ്യസ് നമ്മൾ നമ്മുടെ അങ്ങനത്തെ ബിഹേവിയർ അല്ലെങ്കിൽ അങ്ങനത്തെ ഗ്രിഫ് അങ്ങനത്തെ വേദനയൊക്കെ നമ്മൾ തന്നെ ബ്ലോക്ക് ചെയ്യുന്നതാണ് എന്ത്, അൺകോൺഷ്യസ്ലി ബ്ലോക്ക് ചെയ്യുന്നതാണ് റിപ്രഷൻ. സപ്രഷൻ എന്ന് പറഞ്ഞാൽ കോൺഷ്യസ്ലി നമ്മൾ നമ്മുടെ പെയിൻഫുൾ ആയ തോട്ട്സ് അതൊക്കെ നമ്മൾ മറക്കാൻ ശ്രമിക്കുന്നതാണ് സപ്രഷൻ. പിന്നെ സബ്ലിമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ഒരു എക്സ്പ്രഷൻ ഓഫ് ആങ്കർ നമ്മൾ സോഷ്യലി ആക്സെപ്റ്റബിൾ ആയ ഒരു വേയിൽ നമ്മൾ കാണിക്കുന്നതാണ്. അപ്പൊ ചിലപ്പോൾ ഒരു ബ്രേക്കപ്പ് ഒക്കെ കിട്ടി അയാൾ ഇങ്ങനെ ജിമ്മിൽ പോകണം, അപ്പൊ അയാളുടെ ദേഷ്യം അങ്ങനെ ജിമ്മിൽ തീർക്കുന്നു. അപ്പൊ ഒരു സോഷ്യലി ആക്സെപ്റ്റബിൾ ആയ വേയിൽ ഒരു ആങ്കർ എക്സ്പ്രസ് ചെയ്യുന്നതാണ് സബ്ലിമേഷൻ. ഇനി സൈക്കാട്രിക് ഡ്രഗ് ആണ് അല്ലെ. സോ ഫസ്റ്റ് ആന്റി സൈക്കോട്ടിക് ഡ്രഗ് ആണ്. സോ ആന്റി സൈക്കോട്ടിക് ഡ്രഗിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഡോപ്പമിനെ ബ്ലോക്ക് ചെയ്യലാണ്. ടു ബ്ലോക്ക് ദ ഡോപ്പമിൻ ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് ആന്റി സൈക്കോട്ടിക് ഡ്രഗിന്റെ ഫംഗ്ഷൻ. നമ്മളിത് യൂസ് ചെയ്യുന്ന സ്കീസോഫ്രെനിക്കൊക്കെയാണ്. ഇപ്പൊ ടൈപ്പ് ഉണ്ട്, ടിപ്പിക്കൽ ഉണ്ട്, ടിപ്പിക്കൽ ഉണ്ട്. ടിപ്പിക്കൽ എന്ന് പറയുമ്പോൾ ഹാലോപെരിനോൾ, ക്ലോപ്രമൈസിൻ. ടിപ്പിക്കൽ എന്ന് പറയുമ്പോൾ ഒളാസിപ്പൈൻ, റെസ്പിരിഡോണിൻ, ക്ലാസിപ്പൈൻ ആണ്. അപ്പോൾ ഈ ഡോപ്പാമിൻ ബ്ലോക്ക് ചെയ്യലാണല്ലോ, സോ ഡോപ്പാമിൻ കുറയുന്ന ഒരു കണ്ടീഷനാണ് പാർക്കിസോണിസം സിംറ്റംസ്. അപ്പൊ പാർക്കിസോണിസം കണ്ടീഷൻ, സോ നമ്മൾ എന്താ ചെയ്യുക, നമുക്ക് പാർക്കിസോണിസം സിംറ്റംസ് വരാൻ ചാൻസ് ഉണ്ടെന്ന്. കാരണം എന്താണ്, സ്ലോ ആക്ടിവിറ്റി ആവുന്നു, നമുക്ക് അതുപോലെ ബെൻഡിങ് വരുന്നു, അങ്ങനെ അങ്ങനെ. അപ്പൊ അതാണ് നമുക്ക് ഡോപ്പമിനെ ബ്ലോക്ക് ചെയ്യുമ്പോൾ നമുക്ക് പാർക്കിസോണിസം സിംറ്റംസ് വരും. അതുപോലെ ന്യൂറോലെപ്റ്റിക് മെലിഗൻ സിൻഡ്രം വരാൻ വൈറ്റീസ് നമ്മൾ നോക്കണം. കാരണം എന്താ, എക്സ്പെഷ്യലി നമുക്ക് ഫീവർ ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. സോ നെക്സ്റ്റ് ആന്റി ഡിപ്രസന്റ് ആണ്, ട്രൈസൈക്ലിൻ ആന്റി ഡിപ്രസന്റ്. ഇമിപ്രഫിം ആണ്. ഡ്രൈ മൗത്തും ഡ്രൗസി കോൺസ്റ്റിപ്പേഷൻ ബ്ലർ വിഷൻ വരും, കാർഡിയക് ടോക്സിറ്റി വരും, ഓർത്തോസ്റ്റാറ്റിക് ഹൈപ്പർടെൻഷൻ, യൂറിൻ ടാങ്ക് റിട്ടൻഷൻ വരും. നെക്സ്റ്റ് ആണ് SSRI, സെലക്റ്റീവ് സെറാട്ടോണി റീഅപ്ടേക്ക് ഇൻഹിബിറ്റർ ആണ്. അപ്പൊ എന്താ, ഫ്ലുസോക്സ്റ്റിൻ ആൻഡ് പ്രസോസ്റ്റിൻ ആണ്. അപ്പൊ ഇമ്പോർട്ടൻസ്, സെക്ഷൽ എബിലിറ്റി, നെർവസ്നെസ്, ഫോട്ടോ സെൻസിറ്റിവിറ്റി വരാൻ ചാൻസ് ഉണ്ട്. അതാണ് അതിന്റെ സൈൻസ് ആൻഡ് സിംറ്റംസ് അല്ലെങ്കിൽ സൈഡ് എഫക്ട്സ്. നെക്സ്റ്റ് മൂഡ് സ്റ്റെബിലൈസർ ആണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ലിഥിയം മൂഡ് സ്റ്റെബിലൈസർ ലിഥിയം കാർബണേറ്റ്. സോ 1.2 mg/dl മുകളിലായി കഴിഞ്ഞത് ടോക്സിക് ആണ്. സോ 1.5 മുകളിലായി ടോക്സിക് ആണ്. ടോക്സിക് എങ്ങനെ സംഭവിക്കുക, പോളിയൂറിയ, ഇനേബിലിറ്റി കോൺസെൻട്രേറ്റ്, അതൊക്കെ വരാം. സോ നമ്മൾ എന്താ ചെയ്യേണ്ടത്, സയൻസ് അപ്പൊ നമ്മള് മൂഡ് സ്റ്റേബിലൈസർ എന്ന് പറയുമ്പോൾ ഇതിന് ഒരു സൈഡ് എഫക്ട്സ് എന്ന് പറയുമ്പോൾ ഇലക്ട്രോലൈറ്റ്സ് ഇൻബാലൻസ് വരും അല്ലെ. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ ഇലക്ട്രോലൈറ്റ്സ് ഇൻബാലൻസ് വരുമ്പോൾ ഡീഹൈഡ്രേറ്റ് ആവാൻ ചാൻസ് ഉണ്ടെന്നല്ല പറയാം. അപ്പൊ ഹൈഡ്രേറ്റ് ആയിരിക്കാം നമ്മൾ. പിന്നെ സയൻസ് എന്തൊക്കെയാ വരാം, ഡിമിനിഷ് കോൺസെൻട്രേഷൻ, മസിൽ ട്വിസ്റ്റിംഗ്, സിവിയർ ഡയേറിയ ഒക്കെയാണ് ഇതിന് വരുന്ന സൈഡ് എഫക്ട്സ്. ആന്റി ആൻസൈറ്റി മെഡിക്കേഷൻ ആണ് ബെൻസോഡൈസെപാൻ. ഗ്ലൂക്കോമയ്ക്ക് കോൺട്രാൻഡിക്കേറ്റഡ് ആണ്. ബ്ലഡ് വിഷൻ, അറ്റാക്സിയ, ഡിസിനസ്, ഹൈപ്പോടെൻഷൻ ആണ്. ഇപ്പൊ സേഫ് എൻവയോൺമെന്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. ഇനി അടുത്താണ് ECT, ഇലക്ട്രോ കൺവൾസീവ് തെറാപ്പി അല്ലെ. എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കൺസിസ്റ്റ് ഓഫ് സീഷർ ഓഫ് ഗ്രാൻഡ് മാൽ സീഷർ ഇൻഡ്യൂസ് ബൈ പാസിംഗ് 120 വാൾട്ട് 120 വാൾട്ട് ഉള്ള ഇലക്ട്രിസിറ്റി നമ്മുടെ ബ്രെയിനിൽ അവർ പാസ് ചെയ്യുന്നതാണ് അല്ലെങ്കിൽ പാസ് ചെയ്യിപ്പിക്കുന്നതാണ് ECT എന്ന് പറഞ്ഞാൽ. ആർക്കൊക്കെ ഇത് കൊടുക്കുക, സിവിയർ ഡിപ്രഷൻ, സൂയിസൈഡ് ടെൻഡൻസി, മാനിയ, സ്കിസോഫെർണിയ അല്ലെ. മെഡിക്കേഷൻ എഫക്റ്റീവ് ആവാത്ത ആൾക്കാർക്കാണ് നമ്മൾ ECT കൊടുക്കുക അല്ലെ. അപ്പൊ അഡ്വേഴ്സ് എഫക്ട് എന്തൊക്കെയാ, ബ്രെയിൻ ഡാമേജ്, മെമ്മറി ലോസ്, സീഷർ. സോ നമ്മൾ എന്താ കൊടുക്കേണ്ടത്, പ്രീ ഓപ്പ് കെയർ എന്താ കൊടുക്കേണ്ടത്, നമ്മൾ ആദ്യം കൺസെന്റ് എടുക്കണം അല്ലെ. ഇൻഫോംഡ് കൺസെന്റ് വാങ്ങണം. പിന്നെ നമ്മളെ പേഷ്യന്റ് നമ്മൾ മിഡ് നൈറ്റ് മുതൽ NPO ഇടണം, വൈറ്റൽസ് മോണിറ്റർ ചെയ്യുക, അട്രോപ്പിംഗ് കൊടുക്കുക. ഇതിന് വേണ്ടിയിട്ട് സിക്രേഷൻസ് ഉണ്ടാവരുത് ഈ പേഷ്യൻസ്, സോ അട്രോപ്പിംഗ് കൊടുക്കണം. ഇൻട്രോപ്പ് കെയർ എന്താ കൊടുക്കുക, അറ്റാച്ച്ഡ് IV, EEG, ECG കൊടുക്കണം. ഷോർട്ട് ആക്ടിങ് അനസ്തെറ്റിക് കൊടുക്കുക അല്ലെ. പിന്നെ 100% OT കൊടുക്കുക. പോസ്റ്റ് ഓപ്പിൽ എന്താ ചെയ്യേണ്ട, നമ്മൾ പേഷ്യന്റ് ഓറിയന്റ് ചെയ്യുക, റീഷർ ചെയ്യുക, എയർവേ ക്ലിയർ ആവണ്ടേ, ക്ലിയർ ആയില്ലെങ്കിൽ സക്ഷൻ ചെയ്യുക. ഗാഗ് റിഫ്ലക്സസ് വന്നാൽ മാത്രം നമ്മൾ എന്ത് ചെയ്യണം, NPO ബ്രേക്ക് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾ സൈക്യാട്രിയിൽ പഠിക്കാനുള്ളത്. ഓക്കെ, താങ്ക് യു.